നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മലയാള സിനിമയുടെ അമ്മമുഖം കവിയൂർ പൊന്നമ്മ ഇനി ഓർമ്മ. അന്ത്യം 79-ാം വയസ്സിൽ കൊച്ചി ലിസി ആശുപത്രിയിൽ. തിരശ്ശീല വീണത് 6.5 പതിറ്റാണ്ട് നീണ്ട അഭിനയ സബര്യയ്ക്ക്. 700-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് 4-ന് ആലുവയിലെ വീട്ടിൽ. അനുശോചിച്ച സിനിമാലോകം. മാതൃഭാവമുള്ള കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിച്ച അഭിനേത്രിയെന്ന് മുഖ്യമന്ത്രി. ശിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ തുടങ്ങി. പ്രാഥമിക തെരച്ചിലിൽ ലോഹഭാഗം കണ്ടെത്തി. ഗംഗാവലി പുഴയിലെ സാഹചര്യം അനുകൂലമെന്ന് വിലയിരുത്തൽ. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ വീണ്ടും തെരച്ചിൽ തുടരും. പ്രതീക്ഷയോടെ അർജുന്റെ കുടുംബം. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCP യോഗത്തിൽ ധാരണ. ശരത് പവാർ എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് AK ശശീന്ദ്രൻ. മന്ത്രിമാറ്റമെന്ന സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനത്തോട് പവാർ യോജിച്ചു. തോമസ് കെ തോമസ് മന്ത്രിയാകും. 7.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പൾസർ സുനി പുറത്തേക്കിറങ്ങി. കടുത്ത ഉപാധികൾ വെക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ ഓരോന്നായി തള്ളി വിചാരണ കോടതി ജഡ്ജി. ഒരു സിം മാത്രമേ ഉപയോഗിക്കാനാവൂ, മാധ്യമങ്ങളോട് സംസാരിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകൾ മാത്രം. ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. അന്വേഷണ ചുമതല തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. SP ജോൺകുട്ടി അന്വേഷണം നടത്തും. മേൽനോട്ട ചുമതല വിജിലൻസ് DGP യോഗേഷ് ഗുപ്തയ്ക്ക്. സുജിത് ദാസിനെതിരായ വിജിലൻസ് അന്വേഷണവും ഇതേ ടീം അന്വേഷിക്കും. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മാധ്യമങ്ങളെ കാണും. വാർത്താ സമ്മേളനം രാവിലെ 11 മണിക്ക്. PV അൻവറുടെ ആരോപണങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് ഇതാദ്യം. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ DYSP MS സന്തോഷിനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 2-3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. സത്യം മൂടിവെക്കില്ല എന്നുറപ്പുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും സുരേഷ് ഗോപി. തൃശൂർ പൂരം വീഴ്ചയിലെ അന്വേഷണം സംബന്ധിച്ച് വിവരങ്ങൾക്കായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി VS സുനിൽകുമാർ. ആഭ്യന്തര വകുപ്പിനോടാണ് വിവരങ്ങൾ തേടിയത്. അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നും നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേര് വ്യക്തമാക്കണമെന്നുമാണ് ആവശ്യം. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് K മുരളീധരൻ. അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരുമെന്ന് കരുതിയാണ് മുഖ്യമന്ത്രി അന്വേഷണം നടത്താത്തത്. പല രാഷ്ട്രീയ ഭാവിയും മുന്നിൽ കണ്ട് നടത്തുന്ന ഓപ്പറേഷനാണെന്നും K മുരളീധരൻ. തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണം നടത്തിയാൽ മുഖ്യമന്ത്രിയും പ്രതിയാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്ന അന്വേഷണത്തിന് എന്ത് വിലയെന്നും പ്രതിപക്ഷ നേതാവ്. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ പ്രതികൾക്കെതിരെ ജനരോഷം. തെളിവെടുപ്പിനിടെ പൊട്ടിത്തെറിച്ച് ബന്ധുക്കളും നാട്ടുകാരും. പ്രതികളെ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാനായില്ല. അപകട സ്ഥലത്ത് തെളിവെടുപ്പ് നടത്താതെ പോലീസ് മടങ്ങി. മകളെ കുടുക്കിയതാണെന്ന് കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ അമ്മ സുരഭി. ഇതിനായി മകളുടെ ഭർത്താവ് അബീഷ് രാജ് അജ്മലിനെ കൂട്ടുപിടിക്കുകയായിരുന്നു. ശ്രീകുട്ടി ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്നും സംഭവ ദിവസം ജ്യൂസിൽ മദ്യം ചേർത്ത് നൽകിയിരിക്കുമെന്നും സുരഭി. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ മലയാളി ബന്ധം തള്ളി ബൾഗേറിയൻ ദേശീയ സുരക്ഷാ ഏജൻസി. വയനാട്ടുകാരൻ റിൻസൺ ജോസിന്റെ കമ്പനി സാമ്പത്തിക ഇടപാടുകളിൽ കണ്ണിയല്ല എന്ന് സ്ഥിരീകരണം. റിൻസണിനെ പറ്റി അഭ്യൂഹം പരന്നത് റോയിറ്റേഴ്സ് അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിക്കെതിരെ പരാതി. വെള്ളനാട് കുളക്കോട്ടിലെ ഹോട്ടലിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെയും ഭാര്യയെയും കുട്ടിയെയും മർദ്ദിച്ചതായാണ് പരാതി. ഊണ് റെഡി എന്ന പേരിലുള്ള ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കം. 10,000 രൂപ പിരിവ് ചോദിച്ചതാണ് മർദ്ദനത്തിന്റെ കാരണമെന്ന് കോൺഗ്രസ്. മർദ്ദന ദൃശ്യങ്ങൾ 24-ന്. മൂന്നാർ എക്കോ പോയിന്റിൽ സഞ്ചാരികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ഹൈഡൽ ടൂറിസം കരാർ ജീവനക്കാരായ 5 പേർക്കെതിരെയാണ് കേസ്. കരാർ ജീവനക്കാരുടെ പരാതിയിൽ സഞ്ചാരികൾക്കെതിരെയും കേസെടുത്തു. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ മകൾ നേരിട്ടത് കടുത്ത സമ്മർദ്ദമെന്ന് അന്ന സെബാസ്റ്റ്യന്റെ പിതാവ് സിബി ജോസഫ്. അവധി ദിവസങ്ങളിലും മകൾ ജോലിയെടുത്തു. കമ്പനിയിൽ വ്യക്തമായ സമയക്രമമില്ല. തൊഴിൽ പീഡനം എല്ലായിടത്തുമുണ്ടെന്നും ചൂഷണം ജനശ്രദ്ധയിലെത്തണമെന്നും പിതാവ് സിബി. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് അനുമതി തേടി CBI. താല പോലീസ് സ്റ്റേഷനിലെ മുൻ OC അഭിജിത്ത് മോണ്ടലിന്റെ പോളിഗ്രാഫ് ടെസ്റ്റിനും അനുമതി തേടി. പ്രതി സഞ്ജയ് റോയ് ഉൾപ്പെടെ 10 പേരുടെ നുണപരിശോധന CBI നടത്തിയിരുന്നു. മീനു മുനീറിനെതിരെ കേസെടുത്ത പോലീസ്. ബന്ധുവായി യുവതി നൽകിയ പരാതിയിലാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്.
പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ചെന്നൈയിൽ ഒരു സംഘത്തിന് കാഴ്ചവെച്ചു എന്ന പരാതിയിലാണ് കേസ്. സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ റിമ കല്ലിങ്കലിന്റെ മൊഴിയെടുക്കും. സെൻട്രൽ ACPക്ക് അന്വേഷണ ചുമതല. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ പശ്ചിമബംഗാൾ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കൊൽക്കത്തയിലെ ആലിപ്പൂർ സെഷൻസ് കോടതി മുമ്പാകെയാണ് നടി ഹാജരായത്. നിപ വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംഘം വീണ്ടും സംസ്ഥാനത്തെത്തും. രോഗവാഹകരെന്ന് കരുതുന്ന പഴംതീനി വവ്വാലുകളെ സംഘം നിരീക്ഷിക്കും. കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ് സന്ദർശനം. കോഴിക്കോട് പേരാമ്പ്രയിൽ മഞ്ഞപ്പിത്ത വ്യാപനം. ചങ്ങരോത്ത് പഞ്ചായത്തിൽ 212 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ സ്രോതസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മലപ്പുറത്തിന് പിന്നാലെ കണ്ണൂരിലും എംപോക്സ് ആശങ്ക. അബുദാബിയിൽ നിന്നെത്തിയ 32-കാരിയെ രോഗലക്ഷണങ്ങളോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നിപ്പയിൽ ഇന്നും ആശ്വാസം. 20 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. CPI പാലക്കാട് ജില്ലാ കൗൺസിലിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ വിശദീകരണം നൽകി K. ഇസ്മായിൽ. താൻ വളർത്തിയ പാർട്ടിയാണിതെന്നും പാർട്ടിക്ക് വേണ്ടി സഹിച്ച ത്യാഗവും പ്രയാസങ്ങളും വിവരിക്കാനാകാത്തതെന്നും വിശദീകരണം. ജമ്മുകശ്മീരിൽ സൈനികർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 2 സൈനികർക്ക് വീരമൃത്യു. 25 പേർക്ക് പരിക്കേറ്റു. ബദ്ഗാമിലാണ് അപകടമുണ്ടായത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിൽ ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ചില്ലെന്ന് മന്ത്രി K. രാജൻ. കേരളത്തിന് ഒരു പണവും നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിയെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് പിന്നാലെ ജനപിന്തുണ ഉറപ്പാക്കാൻ അരവിന്ദ് കെജ്രിവാൾ. ഞായറാഴ്ച ജനതാ കി അദാലത്ത് എന്ന പേരിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പൊതുപരിപാടി സംഘടിപ്പിക്കും. മിഷേൽ ഷാജിയുടെ ദുരൂഹമരണത്തിൽ ഡയാറ്റും ടെസ്റ്റ് നടത്തി. ഗോശ്രീ പാലത്തിനടിയിൽ സ്കൂബ ടീമിനെ ഉപയോഗിച്ചാണ് ടെസ്റ്റ് നടത്തിയത്. സ്കൂബ ടീം സാമ്പിളുകൾ ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. കഴിഞ്ഞ വർഷം വരെ നികുതി അടച്ച ഭൂമിക്ക് ഈ വർഷം മുതൽ നികുതി അടയ്ക്കാൻ കഴിയാതെ 35ഓളം കുടുംബങ്ങൾ. മലപ്പുറം തിരൂർ തലക്കാട് നിവാസികളാണ് ആശങ്കയിലായത്. ഇവരുടെ ഭൂമി എനിമി പ്രോപ്പർട്ടി പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് നികുതി അടയ്ക്കാൻ കഴിയാത്തത്. മോൻസൺ മാവുങ്കൽ പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ കോടതിയിൽ ഹാജരായി. ജാമ്യവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ് K. സുധാകരൻ കോടതിയിൽ ഹാജരായത്. കാസർഗോഡ് ചീമേനിയിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ച ഒരാൾക്ക് ദാരുണാന്ത്യം. ചീമേനി സ്വദേശി അഷറഫാണ് മരിച്ചത്. വയനാട് മേപ്പാടി ഓടത്തോട് അമ്പലം റോഡിൽ കടുവ ആക്രമണം. 3 ആടുകളെ കടുവ പിടിച്ചു. കിതയൂർ വീട്ടിൽ സജിയുടെ ആടുകളെയാണ് പിടികൂടിയത്. മരടിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസിൽ ഗുണ്ടാ നേതാവ് ആഷ്ലിൻ ബെൽമന് ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച പ്രിയങ്ക ഗാന്ധി. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ നൽകിയ കത്തിനാണ് വിമർശനം. ജനാധിപത്യ മൂല്യങ്ങളെ പ്രധാനമന്ത്രി വിശ്വസിച്ചിരുന്നുവെങ്കിൽ കത്തിന് മറുപടി നൽകുമായിരുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി. കോട്ടയം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഓണം ബോണസും അഡ്വാൻസും നൽകി. ഓണാവധിയെ തുടർന്ന് ബാങ്കിൽ നിന്നുണ്ടായ കാലതാമസമാണ് ബോണസും അഡ്വാൻസും വൈകാൻ കാരണമായത് എന്നാണ് നഗരസഭയുടെ വിശദീകരണം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഉപ്പളയിൽ വൻ മയക്കുമരുന്ന് വേട്ട. വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 2 കിലോയോളം MDMA പിടികൂടി. പിടികൂടിയത് വിപണിയിൽ 3.5 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്ന്. പത്തനംതിട്ട കൂടലിൽ കടുവയെന്ന വ്യാജപ്രചാരണം നടത്തിയതിന് 3 യുവാക്കൾ അറസ്റ്റിൽ. പാക്കണ്ടം സ്വദേശികളായ ആത്മജ്, അരുൺ മോഹൻ, ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര സ്വദേശി ആദർശ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പെരിയാറിൽ കുളിക്കാനിറങ്ങിയ 19-കാരൻ മുങ്ങിമരിച്ചു. ഓണംപിള്ളി എട്ടിയാട്ടിര വീട്ടിൽ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് അൽഫാസാണ് മരിച്ചത്. കൊച്ചിൻ സാങ്കേതിക സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ M. ജുനൈദ് ബുഷരിയെ താൽക്കാലിക VC-യായി നിയമിച്ചു. നിലവിൽ ഫിസിക്സ് വിഭാഗം തലവനാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കുഴഞ്ഞു വീണ യാത്രക്കാരൻ മരിച്ചു. അമേരിക്കൻ പൗരത്വമുള്ള മലയാളി സൈമൺ ജിമ്മി വെട്ടുകാട്ടിലാണ് മരിച്ചത്. പത്തനംതിട്ട കോന്നി കല്ലേലി ചെക്ക് പോസ്റ്റിന് സമീപം കൊക്കാത്തോട് റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കല്ലേലി എസ്റ്റേറ്റിലെ ഗേറ്റ് ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം തകർത്തു. പാലക്കാട് ചിറ്റൂരിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് കല്യാണപ്പേട്ട സ്വദേശി ഗോപിനാഥ്. അപകടം പാൽ കൊണ്ടുപോകുന്ന വണ്ടിയും ബൈക്കും കൂട്ടിയിടിച്ച്. കേരള കാർട്ടൂൺ അക്കാദമി വിശിഷ്ടാംഗവും മുതിർന്ന കാർട്ടൂണിസ്റ്റുമായിരുന്ന അന്തരിച്ച കേരളവർമ്മയുടെ ജന്മശതാബ്ദി ഈ മാസം 22-ന്. ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കേരളവർമ്മയുടെ കാർട്ടൂണുകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കേരള കാർട്ടൂൺ അക്കാദമിയും ഉദയം പേരൂർ AKG സ്മാരക ഗ്രന്ഥശാലയും ചേർന്ന് ഉദയം പേരൂർ
SNDP ഹയർ സെക്കൻഡറി സ്കൂൾ മൾട്ടിമീഡിയ തിയേറ്ററിലാണ് പരിപാടി നടത്തുന്നത്. കോഴിക്കോട് കടിയങ്ങാട് മുതുവണ്ണാച്ചയിൽ കണ്ടത് കാട്ടുപൂച്ചയാണെന്ന് വനംവകുപ്പ്. കാൽപ്പാടുകൾ പരിശോധിച്ചാണ് വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. ഇന്നലെ രാത്രിയാണ് പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ പ്രദേശത്ത് കണ്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞത്. കൊച്ചിയിൽ ബംഗ്ലാദേശ് സ്വദേശിയായ യുവതിക്ക് പീഡനം. വീട്ടുജോലിക്കെന്ന പേരിൽ എത്തിച്ചാണ് യുവതിയെ പീഡിപ്പിച്ചത്. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലയാളികളും ബംഗളൂരു സ്വദേശികളുമാണ് അറസ്റ്റിലായത്. ഇടുക്കി ഇരട്ടയാർ ടണലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2ാമത്തെ കുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി. ടണൽ മുഖത്ത് നിന്നാണ് അസുരേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയാണ് അസുരേഷും ബന്ധുവായ അതുലും ഒഴുക്കിൽപ്പെട്ടത്. ആലപ്പുഴ തലവടിയിൽ വീടിന് തീയിട്ട ശേഷം ഗൃഹനാഥൻ തൂങ്ങി മരിച്ചു. തലവടി സ്വദേശി ശ്രീകണ്ഠനാണ് മരിച്ചത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യയ്ക്കും മകനും പൊള്ളലേറ്റു. 60% പൊള്ളലേറ്റ ഭാര്യ ഓമന ഗുരുതരാവസ്ഥയിലാണ്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കണ്ണൂർ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ബോട്ടണി മാത്സ് തസ്തികയിലേക്ക് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 23-ന് 10-ന് സ്കൂളിൽ നടക്കും. മാറാനല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിംഗ് ഓഫീസർ ഫാർമസിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. അപേക്ഷകൾ ഈ മാസം 26-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് നൽകണം. തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യോളജി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 23-ന് രാവിലെ 11 മണിക്ക്. ദേശീയ വാർത്തകൾ. തമിഴക വെற்றிക്കഴകം പാർട്ടിയുടെ ആദ്യ സമ്മേളനം പ്രഖ്യാപിച്ച് നടൻ വിജയ്. ഒക്ടോബർ 27-ന് വിഴിപ്പുറത്താണ് സമ്മേളനം. സമ്മേളനത്തിൽ പാർട്ടി നയം പ്രഖ്യാപിക്കുമെന്ന് വിജയ്. മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായി നടൻ രജനീകാന്ത്. ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടാണ് രജനീകാന്ത് പ്രകോപിതനായത്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് തന്നോട് ചോദിക്കരുതെന്ന് രജനീകാന്ത്. പശ്ചിമ ബംഗളൂരുവിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ വിവാദ പരാമർശത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി. ജസ്റ്റിസ് വി ശ്രീശാനന്ദയുടെ പരാമർശത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യം. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് രാജ്യതലസ്ഥാനത്ത് വീട് അനുവദിക്കണമെന്ന് ആം ആദ്മി പാർട്ടി. ദേശീയ പാർട്ടി പദവിയുള്ള കക്ഷികൾക്ക് കെട്ടിടവും പാർട്ടി അധ്യക്ഷന് താമസ സ്ഥലവും നൽകണം. ഇതനുസരിച്ച് അരവിന്ദ് കെജ്രിവാളിന് വീട് അനുവദിക്കണമെന്നാവശ്യപ്പെടുമെന്ന് പാർട്ടി MP രാഘവ് ചന്ദ. പ്രശസ്ത സമ്പൽപുരി ഗായിക രുക്സാന ബാനോ അന്തരിച്ചു. 27 വയസ്സായിരുന്നു. ചെള്ളുപനി ബാധിച്ചതിനെ തുടർന്ന് ഭുവനേശ്വറിലെ എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു. ചാനലിലെ വീഡിയോകൾ അപ്രത്യക്ഷമായി. പകരം ക്രിപ്റ്റോ കറൻസി പരസ്യങ്ങളാണ് യൂട്യൂബ് ചാനലിൽ ഉള്ളത്. ജാർഖണ്ഡിൽ 16-കാരി കൂട്ടബലാത്സംഗത്തിനിരയായി. 10ഓളം പേർ ചേർന്ന് തന്നെ ആക്രമിച്ചതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. സ്കൂൾ വിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ബീഹാറിൽ ബോട്ട് വൈദ്യുത കമ്പിയിൽ തട്ടിയ അപകടം. 2 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാതായി. ബോട്ടിൽ 16 പേർ ഉണ്ടായിരുന്നതായി വിവരം. കർണാടകയിലെ ഹുൻസൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടത്തിൽ മലയാളി മരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി അമൽ ഫ്രാങ്ക്ലിനാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന SKS ട്രാവൽസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരോധിത സംഘടനയിലെ 3 പ്രവർത്തകർ അറസ്റ്റിൽ. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ഹരിയാനയിലെ സോനിപത്തിൽ മദ്യശാലയ്ക്ക് നേരെ വെടിവെപ്പ്. 3 പേർ കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റു. രാജ്യാന്തര വാർത്തകൾ. ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും പങ്കെടുക്കുന്ന ക്വാഡ് സഖ്യത്തിന്റെ ഉച്ചകോടി നാളെ US-ൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോ ബൈഡന് പുറമെ ട്രംപിനെയും കമല ഹാരിസിനെയും കണ്ടേക്കും. റഷ്യ, യുക്രൈൻ, ഇസ്രയേൽ ഹമാസ് യുദ്ധം ചർച്ചയാകും. യുക്രൈന് സൈനിക സഹായവുമായി ജർമ്മനി 400 മില്യൺ യൂറോ അനുവദിക്കും. 2024-ൽ യുക്രൈനായി ബജറ്റ് വകയിരുത്തിയ ഏകദേശം 8 ബില്യൺ യൂറോയ്ക്ക് പുറമെയാണ് ഫണ്ടുകൾ. ലെബനനിലുണ്ടായ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസറുള്ള. ഗസയിലെ അതിക്രമം അവസാനിപ്പിക്കുന്നതുവരെ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം തുടരുമെന്ന് ഹസൻ നസറുള്ള. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വകവരുത്താനുള്ള
ഇറാനിയൻ പദ്ധതിയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഇസ്രയേൽ പൗരൻ പിടിയിൽ. 2 തവണ ഇറാൻ സന്ദർശിച്ച ഇയാൾ ദൗത്യ നിർവഹണത്തിന് പണം കൈപ്പറ്റിയെന്ന് ഇസ്രയേൽ ഇന്റലിജൻസ് വൃത്തങ്ങൾ. ലെബനൻ വിമാനങ്ങളിൽ യാത്രക്കാർ പേജറുകളും വാക്കി ടോക്കികളും കൊണ്ടുപോകുന്നത് റദ്ദാക്കി ഖത്തർ എയർവേസ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരുമെന്ന് എയർലൈൻസ് അറിയിച്ചു. ടെലവീവ്, ടെഹ്റാൻ, ബെയ്റൂത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ജർമ്മൻ എയർലൈൻ ഗ്രൂപ്പായ ലുഫ്താൻസ. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ടെലവീവിലേക്ക് ഈ മാസം 24 വരെയും ബെയ്റൂത്തിലേക്കുള്ള വിമാനങ്ങൾ ഒക്ടോബർ 26 വരെയും നിർത്തിവെച്ചതായി അധികൃതർ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനൊരുങ്ങി ടാറ്റ മോട്ടോഴ്സും JLR-ഉം. JLR-ന്റെ ഇലക്ട്രിഫൈഡ് മോഡുലാർ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിന്റെ 2 വ്യത്യസ്ത മോഡലുകൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് കമ്പനി. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ തുടർച്ചയായി കുതിപ്പ് തുടരുന്നു. 1 ഗ്രാമിന് 6885 രൂപയും 1 പവൻ സ്വർണ്ണത്തിന് 55,080 രൂപയിലും എത്തി. ആപ്പിൾ ഐഫോൺ 16 പ്രോ സീരീസ് ഇന്ത്യയിൽ വിൽപ്പന ആരംഭിച്ചു. പുതിയ ഐഫോൺ 16 സീരീസ് മോഡലുകൾ രാജ്യത്ത് ഈ മാസം 13 മുതൽ പ്രീ ഓർഡർ ചെയ്തു തുടങ്ങി. റെക്കോർഡ് വീണ്ടും തിരുത്തി സെൻസർ എന്ന നിലയിലാണ്. ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ സെഞ്ചുറി. ഇന്ത്യ ബിക്കെതിരെ ഇന്ത്യ ഡി താരമായ സഞ്ജുവിന്റെ സെഞ്ചുറി 94 പന്തിൽ. സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മലപ്പുറം FC തൃശൂർ മാജിക് പോരാട്ടം സമനിലയിൽ. ഇരു ടീമുകളും ഗോൾ നേടിയില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെതിരായ മത്സരത്തിനൊരുങ്ങുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് തിരിച്ചടി. പരിക്ക് മൂലം നായകൻ കെവിൻ ഡുബ്രൈന് കളിക്കാനായില്ല. ഞായറാഴ്ചയാണ് മത്സരം. നോക്കാം ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. കൂൺ എന്ന ചിത്രത്തിലെ ഗാനം പുറത്തിറക്കി. പുതുമുഖങ്ങളായ ലിമൽ, സിത്താര വിജയൻ എന്നിവരാണ് ചിത്രത്തിൽ എത്തുന്നത്. ചിത്രം ഈ മാസം 27-ന് തിയേറ്ററുകളിൽ. ഷെയ്ൻ നിഗം പ്രധാന വേഷത്തിലെത്തുന്ന മദ്രാസ്കാരൻ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്ത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എബി തെരേസയും ആന്റോ ജോസുമാണ്. കങ്കുവയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 14-ന് കങ്കുവ തിയേറ്ററുകളിലെത്തും. ശിവയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. വൈറൽ ട്രെൻഡ്സ്. വൈറലായി അച്ഛൻ്റെയും മകൻ്റെയും പാട്ട്. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. അമ്മയോടൊപ്പം ഒരു ഡാൻസ്. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് ഇടക്കാല രാഷ്ട്രത്തലവൻ സ്ഥാനം രാജിവെക്കുമെന്ന തരത്തിൽ വീഡിയോ പ്രചരിക്കുന്നു. താൻ രാജിവെക്കുന്നുവെന്നും പിനാക്കി ഭട്ടാചാര്യയ്ക്ക് സ്ഥാനം കൈമാറുന്നുവെന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും AI ഉപയോഗിച്ചുള്ളതാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. നാളത്തെ വാർത്തകൾ. തിരുവനന്തപുരം അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡിൽ വയലിക്കട മുതൽ അമ്പലമുക്ക് വരെ നാളെയും മറ്റന്നാളും ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. നിയന്ത്രണം രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ. മലപ്പുറം കോട്ടക്കൽ സെക്ഷൻ പരിധിയിൽ നാളെയും മറ്റന്നാളും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെ വൈദ്യുതി മുടങ്ങും. എടരിക്കോട് KSEB സബ്സ്റ്റേഷനിൽ നിന്നും കോട്ടക്കൽ സെക്ഷനിലേക്കുള്ള പുതിയ 11 kV ലൈനിന്റെ ജോലികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാറടിസ്ഥാനത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. പ്രായപരിധി 30 വയസ്സ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി നാളെ. അടൂർ മേലൂട് ആശാൻ നഗർ SNDP ശാഖായോഗവും പ്രിസൈസ് കണ്ണാശുപത്രിയും ചേർന്ന് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിര രോഗനിർണയവും നടത്തുന്നു. രാവിലെ 10-ന് ശാഖാ മന്ദിരത്തിലാണ് ക്യാമ്പ്. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗസയിൽ ഇസ്രയേലിന്റെ ആക്രമണം. 17 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സുരക്ഷാ പോസ്റ്റിന് നേരെ ആക്രമണം. 6 സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 70,000 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട്. കണക്കുകൾ സ്ഥിരീകരിക്കാതെ റഷ്യയും യുക്രൈനും. യുദ്ധം ആരംഭിച്ചത് 2022 ഫെബ്രുവരി 24-ന്.
100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.